എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ. വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. ഞാൻ കാശ്മീറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് റെസിപ്പിയാണ്. ഒരു സോയാ ചങ്ക്സ് കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ. കട്ട്ലറ്റിന് ആവശ്യമായ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഇതൊന്ന് ഊറ്റി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിനൊരു ചൊവയുണ്ട്, അത് മാറാനായിട്ടാണ്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്തൊന്ന് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് തിളപ്പിച്ചു. അപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, നന്നായിട്ടത് അതിൻ്റെ കളറൊക്കെ വെള്ളത്തിൽ ഇറങ്ങി, കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിലിടണം ആദ്യം, എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. ഇപ്പം നമ്മുടെ സോയാ ചങ്ക്സ് ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ സോയാ ചങ്ക്സ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഇതിൽ ഒരു സാധനവും നമ്മൾ അങ്ങനത്തെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും പിടിക്കത്തില്ല. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കണം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം വേവിച്ച്. ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ, എങ്കിലും നല്ലതായിട്ട് വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റണം. നമ്മുടെ സോയാ ചങ്ക്സ് ഇതുണ്ട് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ വേവിച്ച് വറ്റിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറേശ്ശെ ഇച്ചിരി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കറിവേപ്പില, ബ്രെഡ് ക്രംസ് ഒക്കെ വേണം. നമുക്കിനി അത് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിക്കകത്തിട്ട്, കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇത് മസാല ഉണ്ടാക്കണം. ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കട്ട്ലറ്റിന് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൊള്ളത്തില്ല. ഞാൻ അതിനകത്തോട്ട് സവോള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള ഒരുമാതിരി വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വാടട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മസാല ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. ഞാൻ ആദ്യം കുറച്ച് എല്ലാം 1/4 ടീസ്പൂൺ വെച്ച് ഇടുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇച്ചിരി എരിവിന് വേണ്ടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല ചേർക്കുന്നുണ്ട് 1 ടീസ്പൂണ്. കണ്ടല്ലോ, 1 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത്രയും നന്നായിട്ടൊന്ന് ഇളക്കുക. നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. നമ്മുടെ മസാലയും സോയാ ചങ്ക്സും എല്ലാം ഒന്ന് ഇതായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 കപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് ചുവയുള്ളതുകൊണ്ട്, ഈ സോയാ ചങ്ക്സിന് ഒരു കയ്പ്പ് ചുവയുണ്ട്. അപ്പോൾ ഈ മസാലയും എല്ലാമായിട്ടും ഒന്ന് യോജിക്കുകയും ചെയ്യും. ആ ഒരു ടേസ്റ്റും കയ്പ്പ് ചുവ മാറുകയും ചെയ്യും.
നമുക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യണം. എനിക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി ഇതൊന്ന് സിങ്ക് ആവണം ഈ മസാലയും ഇതുമായിട്ട്. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മളതേ മസാലയൊക്കെ തേങ്ങാപ്പാലൊക്കെ പിടിച്ച് നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പൊട്ടറ്റോ ചേർത്തിട്ടൊന്ന് കട്ട്ലറ്റിൻ്റെ പാകത്തിലൊന്ന് ബോളാക്കി എടുക്കണം. അപ്പോൾ ഒരു പൊട്ടറ്റോ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വേണ്ട ഇത് എനിക്ക് നന്നായിട്ട് ഉരുട്ടാൻ ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പൊട്ടറ്റോയുടെ ആവശ്യമുള്ളൂ. നമുക്കിതിനെ എല്ലാം ബോൾ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഒരു 3-4 കട്ട്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബ്രെഡ് ക്രംസിൽ വെജ് കട്ട്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ 2 സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കലക്കി എടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് കുറച്ച് നല്ല ഒരു തിൻ ബാറ്റർ മതി. നമുക്ക് ഒരുപാട് അങ്ങ് ഇതിന് കട്ട വേണ്ട. തിന്നായിട്ടുള്ളൊരു ബാറ്റർ മതി. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം മൈദയുടെ ബാറ്റർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മുക്കി ഇതെങ്ങനെ കവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കട്ട്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്തൊന്ന് മുക്കും. കണ്ട തിൻ ലെയറാണ് ഞാൻ എടുത്തേക്കുന്നത് മൈദയുടെ. എന്നിട്ട് ഈ ബ്രെഡ് പൗഡറിലൊന്ന് മുക്കും. ഇത് എഗ്ലെസ് ബ്രെഡാണ്. വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയുള്ള കട്ട്ലറ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാം വെജാണ് എടുത്തേക്കുന്നത്. കണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലറ്റ് റെഡി. നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലെല്ലാം മുക്കി നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കട്ട്ലറ്റ് ഓരോന്ന് ഇട്ട് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റി കട്ട്ലറ്റാണ് കേട്ടോ ഇത്. വെജാണെന്ന് പറഞ്ഞാൽ ആരും കഴിക്കാതൊന്നും ഇരിക്കല്ലോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് വറവാം. ഒരു സൈഡാകട്ടെ. ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കൊരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കട്ട്ലറ്റ് കണ്ട് 2 സൈഡും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാതെ ഉണ്ടല്ലേ. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂവിലോട്ടാണ് മാറ്റുന്നത്. ഈ എണ്ണ ഉള്ളത് അങ്ങ് പോട്ടെ. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റംദാൻ നോമ്പുതുറ വിഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും റംദാൻ ആശംസകൾ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.